ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇതൊരു ചിക്കൻ ഗീ റോസ്റ്റാണ്. നമ്മൾ സാധാരണ ചേർക്കാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 10 വറ്റൽമുളകാണ്. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. വേൻ മുളകും സാദാ മുളകുമാണ്. നിങ്ങളെടുത്ത് കയ്യിലുള്ളതിനനുസരിച്ച് ഓരോരുത്തരെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്കൊന്ന് പൊടിച്ച് എടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ, പിന്നെ മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ. ഇത്രയാണ് എടുത്തത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ ഒരു 6 വരെ ചേർക്കാം. ഇത് പൊടിച്ചെടുത്തതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണ് ചേർത്തത്. എല്ലാം കൂടെ ഒന്നും കൂടെ അരച്ചെടുക്കാം. 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അധികം അരിവില്ലാത്ത മുളകാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മുളക് മല്ലി മിശ്രിതവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈവച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മാരിനേഡ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഗീ റോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ നെയ്യ് മാത്രമേ ചേർക്കാവൂ. വേറെ ഓയിലൊന്നും ചേർത്തുണ്ടാക്കിയാൽ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടില്ല. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ടി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തുറന്നത്. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. വെളുത്തുള്ളി നമ്മൾ ആദ്യം 4 ചേർത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണക്കൊന്ന് പോയതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഇടുന്ന ക്ലിപ്പ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 6 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 6 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തുറന്നത്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ജാഗ്രി പൗഡർ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജാഗ്രി പൗഡറാണ് ഞാൻ ചേർത്തത്. ജാഗ്രി പൗഡർ ആയിട്ടില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കര എന്തായാലും ചേർത്ത് കൊടുക്കണം. അതാണ് ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ പ്രത്യേകത.
സാധാരണ നമ്മൾ പുളിവെള്ളം ശർക്കരയൊന്നും ചിക്കനിൽ ചേർക്കുന്നതല്ല. അതാണ് അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. കുറച്ച് നേരം കൂടെ മൂടി വെക്കാം. ഒരു 6 മിനിറ്റും കൂടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ആകെ ഒരു 12 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ പെരണ്ട് ഇരിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതിലേക്ക് കുറച്ച് ഗീയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒന്നും കൂടെ ഒന്ന് ഗീൻ്റെ ഫ്ലേവർ കിട്ടും. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോഴാണ് കൂടുതൽ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുക. ഇതൊരു മാംഗ്ലൂരിയൻ റെസിപ്പിയാണ്. എന്നാലും നമ്മുടെ നെയ്ച്ചോറ്, പത്തിരി, പൊറോട്ട എല്ലാറ്റിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല സ്പൈസി കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.